നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 35-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നുവരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും മരണനിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴിയെന്ന് പേരാകും. ഒരശുദ്ധനും അതിൽ കടക്കയില്ല, അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടി പോകും. ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ചവരെ ദൈവം ശിക്ഷിക്കുകയും ഇസ്രായേൽ സ്വദേശത്തേക്ക് മടങ്ങി വന്ന് അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന കാര്യമാണ് 35-ാം അധ്യായം. മുമ്പ് കുറുക്കനും സിംഹവും ദുഷ്ടമൃഗങ്ങളും ഉണ്ടായിരുന്ന സ്ഥലങ്ങളും സമൃദ്ധമായ വിളവുള്ള കൃഷിഭൂമികളും പൂന്തോട്ടങ്ങളായി മാറും. നാട്ടിലെല്ലാം പെരുവഴികളും തോടുകളും ഉണ്ടാകും എന്നാണ് നാം വായിച്ചത്. ഇസ്രായേലിന്റെ അശൂർ ആക്രമണത്തിന് ശേഷം ബാബേൽ പ്രവാസവും അത് കഴിഞ്ഞ് ഉള്ള മടങ്ങി വരവെങ്കിൽ ഉണ്ടാകുന്നത് മാത്രമല്ല, റോമാക്കാർ നിമിത്തമുള്ള ചെതറിപ്പോക്കിന് ശേഷമുള്ള മടങ്ങി വരവെങ്കിൽ ഉണ്ടാകുന്നതും പിന്നെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് ശേഷം ഉണ്ടാകുന്ന മാറ്റവും കൂടിയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒന്നാമത് അശൂരിൻ്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനുണ്ടാകുന്ന വിടുതൽ, ബാബേലിൽ നിന്നുള്ള അവരുടെ മടങ്ങി വരവ്. പിന്നീട് പല സാമ്രാജ്യങ്ങൾ മാറി മാറി ഭരിച്ച ശേഷം റോമാ സാമ്രാജ്യകാലത്ത് നമ്മുടെ കർത്താവ് വന്ന് രക്ഷാമാർഗം ഒരുക്കുന്നു. അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആത്മീയമായ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവെങ്കിൽ ഈ ഭൂമിയുടെ ശാപം മാറി അനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകും, പക്ഷികൾക്ക് മാറ്റം ഉണ്ടാകും. സൂര്യനും ചന്ദ്രനും വന്നില്ല, എന്നാൽ സകല അന്തരീക്ഷത്തിനും മാറ്റം വരും എന്നാണ് ഈ അധ്യായം പറയുന്നത്. 4, 5, 6 വാക്യങ്ങളിൽ, അതായത് അവിടെ നമ്മൾ വായിച്ചത്, തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ സകല രോഗവും മാറും, സകല പട്ടിണി മാറും, അതുപോലെ സകല കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മാറും, സകല രോഗങ്ങൾ മാറും. അന്ന് യുദ്ധമില്ല, സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ആയിരിക്കും ഉണ്ടാകുക. യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല, യാതൊരു കണ്ണുനീരും ഉണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ ദൈവരാജ്യം യാഥാർത്ഥ്യമാകും. കാരണം അതാണല്ലോ കർത്താവ് പഠിപ്പിച്ചത്, നിന്റെ രാജ്യം വരണമേ. ആ പ്രാർത്ഥന സഫലമാകും. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ
അടിമത്വത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശ കൂടെ നൽകാനാണ് ദൈവം ഈ അധ്യായത്തിലൂടെ ആഗ്രഹിക്കുന്നത്. 10-ാം വാക്യത്തിൽ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ നിത്യാനന്ദം അനുഭവിക്കുമെന്ന് കാണുന്നു. അത് യഹൂദന്മാരുടെ കാര്യം മാത്രമല്ല, സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ആളുകൾ, അവരെക്കുറിച്ച് അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്നാണ്. ശരിയാണ്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് വീട്ടുകാരെതിരാകും, നാട്ടുകാരെതിരാകും, കാരണമായിട്ട് അവർ പീഡിപ്പിക്കപ്പെടും, സമ്പത്തുകളുടെ അപഹാരം അവർക്ക് ഉണ്ടാകും, വലിയ ഉപദ്രവങ്ങൾ തീർച്ചയായിട്ടും അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ നിത്യാനന്ദം അവരുടെ തലയിലുണ്ടാകും, അല്ലെങ്കിൽ നിത്യാനന്ദം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. വീണ്ടെടുക്കപ്പെട്ടവർ ഘോഷിച്ച് ആനന്ദിക്കാൻ ഇടയായിത്തീരും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. വരവിൻ്റെ ലക്ഷണങ്ങളൊക്കെ നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനായി കാത്തു നിൽക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.